അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് സ്കോട്ട്ലൻഡിലെ മറ്റൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് ഗ്ലാസ്ഗോയിലെ കെൽവിൻ ഗ്രോവ് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം എന്നുള്ള സ്ഥലത്താണ്. നമ്മളിവിടെ പോയതും ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ കണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ അവസാന ദിവസം, മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇത്. മൂന്നാമത്തെ ദിവസം നമ്മൾ ഗ്ലാസ്ഗോ സിറ്റി ടൂറാണ് നടത്തിയത്. ആ ടൂറിനോടൊപ്പം കെൽവിൻ ഗ്രോവ് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം കാണാനായി നമ്മൾ തീരുമാനിച്ചു. ഇത് വളരെ പ്രശസ്തമായ ഒരു മ്യൂസിയമാണ്. 1901 ഇത് സ്ഥാപിച്ചത്. ഇത് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെ 22 ഗാലറികളാണ് ഉള്ളത്. അതിൽ പലതരം ഓബ്ജക്ട്സ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 8000-ഓളം ഓബ്ജക്ട്സ് ഉണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ എന്നാണ് മ്യൂസിയത്തിൽ കയറിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ കയറിയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആൻഡ് എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഗാലറിയിലാണ്. ഇവിടെ മൊത്തം പലതരത്തിലുള്ള ആർട്ട് വർക്കും അനിമൽസിൻ്റെ രൂപത്തിലുള്ള ആർട്ട് വർക്കും കൂടാതെ പലതരം ജീവികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വന്യമൃഗങ്ങളെയും ഇവരിവിടെ സ്റ്റഫ് ചെയ്ത് റിസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓരോ ആനിമൽസിൻ്റെ ഇടയിലൂടെ പോയി അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോസ് എടുത്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ കിഡ്സ് സെക്ഷനിൽ ഓരോ ജീവികളുടെ ബേബീസിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷനായിരുന്നു. അതിനുശേഷം പണ്ട് കാലത്തെ ടെലസ്കോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തെ ഓരോ ടൈപ്പ് ഡ്രസ്സും ഓരോ ആക്ടിവിറ്റിക്ക് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഡ്രസ്സും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ കാണിക്കുന്നു. ഇത് ഈജിപ്ഷ്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള മമ്മീസും അവരുടെ ഓരോ സ്കൾപ്ചേഴ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സെക്ഷനായിരുന്നു. അപ്പോൾ ഈ സെക്ഷനിലൂടെ ജസ്റ്റ് നമ്മൾ ബ്രൗസ് ചെയ്ത് ഏതാന്നൊക്കെ നോക്കി സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ സെക്ഷനൊക്കെ പെട്ടെന്ന് അടിച്ചു വിട്ട് നമ്മൾ സ്പീഡിലങ്ങ് പോയി. നമുക്കത്ര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അല്ല. നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ച കാര്യം ആ വൈൽഡ് അനിമൽസിൻ്റെ സെക്ഷനിൽ സ്റ്റഫ്ഡ് അനിമൽസും മറ്റ് ജീവികളുടെ എവല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷെ പല ആൾക്കാർക്കും ഈ ഹിസ്റ്ററിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഈ ഈജിപ്ഷ്യൻ കൾച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് വന്നിട്ട് നമ്മൾ ഡൈനോസേഴ്സിൻ്റെയും അതിൻ്റെ എവല്യൂഷനും ഒക്കെ പറയുന്ന സ്ഥലമായിരുന്നു നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിപ്പിക്കൽ സ്കോട്ട്ലൻഡിൽ കാണപ്പെടുന്ന ടൈപ്പ് ജീവികളുടെ ഒരു സെക്ഷനായിരുന്നു ഇത്. അതിൽ ഇതുപോലത്തുള്ള പരുന്തും അതിൻ്റെ എക്സ്റ്റിങ്ഷനും അതിനെ എങ്ങനെ പുനരധിവസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവരിതിൽ കാണിച്ചത്. പിന്നെ പല ജീവികളുടെ ഇപ്പോൾ ഹണ്ട് ചെയ്ത ജീവികൾ എന്നുള്ള രീതിയിൽ അവരുടെ സ്റ്റഫ്ഡ് ഹെഡും കൊമ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ സെക്ഷനിൽ കാണിച്ചത്. കുട്ടികൾക്കൊക്കെ വന്നാൽ വളരെ ഇഷ്ടപ്പെടും. കാരണം ഇത്രയും ജീവികളെയൊന്നും നമുക്ക് സൂവിൽ പോലും കാണാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് റിയലായിട്ട് തോന്നും. പിന്നെ ഹണ്ടിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണ്, പല ടൈപ്പ് ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ് ആ സെക്ഷനിൽ കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഈ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലാണ് പോയത്. ബേർഡ്സിൻ്റെ സെക്ഷനിൽ അവിടുത്തെ പലതരം ടിപ്പിക്കൽ UK കണ്ടുവരുന്ന ബേർഡ്സും അല്ലാതെ ഗ്ലോബലി ഉള്ള ബേർഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് സമയം ഓരോ ഐറ്റത്തിൻ്റെ മുന്നിലും നിന്നിട്ട് അവിടെ തന്നെ അതിൻ്റെ പേരും അതിൻ്റെ ജീവിത സാഹചര്യവും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് കൂടുതലും ഒരു എഡ്യൂക്കേഷൻ ട്രിപ്പായിട്ട് ആൾക്കാർ വരുന്ന കുട്ടികളുമായിട്ട്. എന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് വന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ഓടിച്ച് കാണാനാണെങ്കിൽ ഒരു 3 hours നമുക്കിതെല്ലാം കണ്ടു തീർക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ള കുറച്ച്
പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന സാർക്കോഫാഗസ് ഓഫ് പബാസ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പൈപ്പ് ഓർഗൻ ബിൽറ്റ് ബൈ ലെവിസ് ആൻഡ് കോ. പിന്നെ ഹെഡ് ആൻഡ് അപ്പർ ബോഡി ഓഫ് ദ ഗോഡസ് സെക്മെറ്റ്, ഈജിപ്റ്റ്. പിന്നെ നമ്മൾ വേറെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനം ദ ഫ്ലോട്ടിംഗ് ഹെഡ്സ് ബൈ സോഫി കേവ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ. അപ്പോൾ ഒരുപാട് സ്മൈലി ഫേസസും നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ സ്മൈലി ഫേസസ്, ഒരു മനുഷ്യൻ്റെ പല ഭാവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശിരസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതായിട്ട് കാണാം റൂഫിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അടുത്ത സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആ. പിന്നെ പണ്ടത്തെ ആൾക്കാരുടെ പടച്ചട്ട, യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ, വേട്ടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ, കവചങ്ങൾ, എല്ലാ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാനായിട്ടൊന്നുമില്ല, ഇങ്ങനെ ഓടിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാം എന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, പിന്നെ ഹിസ്റ്റോറിയൻസ് ഒക്കെ ആണെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ കെൽവിൻ ഗ്രോവ് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം. കാരണം ഇവിടെ ഒത്തിരി കൗതുകപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മസ്റ്റ് വാച്ച് അല്ലെ മസ്റ്റ് സീ എന്നൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്ലോട്ടിംഗ് ഹെഡ്സിൻ്റെ ഒരു ക്ലിപ്പാണിത്. അപ്പോൾ അവിടെയും ഒരുപാട് പേര് വന്ന് അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ നമ്മളെല്ലാം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കെൽവിൻ ഗ്രോവ് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത യാത്രയിലേക്ക് തുടങ്ങി. വീണ്ടും കാണാം. താങ്ക് യു.